സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് പിന്നിലെ കാരണം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ആദ്യം അറിയാം. ഇതിനായി ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ലിക്വിഡ് സോപ്പോ ഷാമ്പൂ ഒഴിച്ച് നന്നായി കലക്കുക. അതായത് നമുക്ക് സോപ്പ് വെള്ളമാണ് ആദ്യം വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് പ്രൊപ്പെയിൻ, ബ്യൂട്ടേൻ ഒക്കെ പോലുള്ള ഗ്യാസാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇതുപോലുള്ള സിലിണ്ടർ എടുക്കാം, അല്ലെങ്കിൽ കേടായ ഏതെങ്കിലും ലൈറ്റർ ആയാലും മതി. ഇനി നമ്മൾ തീ കത്തിക്കുകയാണെങ്കിൽ ഈ ഗ്യാസ് മുകളിലേക്ക് ഉയർന്ന് കത്തും. ഇനി ഞാൻ ആദ്യം കാണിച്ച ട്രിക്ക് ചെയ്യാൻ സിമ്പിളായിട്ട് ഈ കുമ്പള കൈ കൊണ്ടെടുക്കുക, കത്തിക്കുക. ഒരിക്കലും ഈ അളവിൽ കൂടുതൽ നിങ്ങൾ എടുക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, സോപ്പ് വെള്ളം ശരിക്കും ഈ ഗ്യാസിനെ പിടിച്ചെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല കയ്യിലധികം ചൂടടിക്കാതിരിക്കാനും ഇത് സഹായിക്കും. പിന്നെ തീയിൽ കളിക്കുന്നത് സൂക്ഷിച്ച് വേണം. മതിയായ മുൻകരുതലുകളോടുകൂടി മാത്രമേ ഈ കാര്യം നിങ്ങൾ ചെയ്യാവൂ. വൈകാതെ ഇതിനുള്ള കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിന് പിന്നിലെ കാര്യം. ഇനി എന്തുകൊണ്ട് ഇവിടെ കൈ പൊള്ളുന്നില്ല, ഇത് വേറെ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചാൽ അപകടം ഉണ്ടാവും എന്ന കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം പൊള്ളുന്നത് എന്ന് ആദ്യം മനസ്സിലാവും. അതികഠിനമായ ചൂട് കാരണം നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുകയും കോശങ്ങൾക്ക് നാശം സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് പൊള്ളലുണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ഇവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് പെട്രോൾ, ഡീസൽ, അതുപോലെ മണ്ണെണ്ണ പോലുള്ള ദ്രാവകങ്ങളല്ല. ഇതുപോലുള്ള ദ്രാവകങ്ങൾ നമ്മൾ കയ്യിൽ വെച്ച് ഒഴിച്ച് കത്തിക്കുകയാണെങ്കിൽ അത് കയ്യിലെ തൊക്കിലും തൊലിയിലും പറ്റിപ്പിടിച്ചിരുന്ന് അത് കത്തി കുറേ നേരം കത്തി ആ ചൂട് മുഴുവനും നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ ഏൽക്കുകയാണ് ഉണ്ടാകുന്നത്. ആ ചൂടിന്റെ ഫലമായിട്ട് നമ്മുടെ തൊക്കിലെ ജലാംശം അത് വളരെയധികം വലിച്ചെടുക്കുകയും അവസാനം പൊള്ളി കരിഞ്ഞു പോവുകയും ചെയ്യും. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സോപ്പിന്റെ ഒരു ലെയർ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നതിന് പുറമെ ഗ്യാസാണ് തീ കത്തുന്നതിന് കാരണമാണ്. ഈ ഗ്യാസ് ഒരിക്കലും തൊക്കിൽ പറ്റിപ്പിടിച്ചിരുന്ന കത്തില്ല. അത് ആദ്യത്തെ ചൂട് അടിക്കുമ്പോൾ തന്നെ അത് കുമിളകൾ പൊട്ടി ഗ്യാസ് മുകളിലേക്ക് ഉയരുകയാണ് ചെയ്തത്. ആ ഉയരുന്നതിനിടയിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കയ്യിൽ ചൂട് നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. പക്ഷേ ആ ചൂട് അധികം നേരം നിൽക്കില്ല, അത് പെട്ടെന്ന് തന്നെ കത്തി അങ്ങ് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ പൊള്ളലേൽക്കാത്തത്. ഇതൊരിക്കലും അപകടമില്ലാത്തൊരു പരിപാടിയല്ല. ഈ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ പോലോട്ട് കത്തിപ്പോകുന്ന തീ വേറെ എവിടെയെങ്കിലും കയറി പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കാണിച്ചു കണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ സംഭവിക്കും. അതായത് നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന ഗ്യാസ് കത്തി നേരെ മേളിലോട്ടാണ് പോകുന്നത്. ഈ പരീക്ഷണം ചെയ്താൽ അപകടമൊന്നും ഉണ്ടാവില്ലെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇപ്പൊ നമ്മളെ പറഞ്ഞാൽ നമുക്ക് ചൂട് കൂടുമ്പോഴുള്ള നിർജ്ജലീകരണമാണ് ശരിക്കും പൊള്ളലിന് കാരണമാകുന്നത്. അത് അതികഠിനമായ വെയിലിൽ പോലും ഇങ്ങനെ പൊള്ളൽ ഉണ്ടാകാറുണ്ട്. അതിന് സൂര്യതാപം എന്ന് പറയും. ഇങ്ങനെ പൊള്ളലേക്കുന്നവർക്ക് ധാരാളം വെള്ളം കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഈ അറിവ് പകർന്നു കൊടുക്കാൻ ഷെയർ ചെയ്യുക.